ഒരിക്കൽ കൂടെ അറിയിക്കട്ടെ. ഏഹ്, ഞാൻ വിശേഷാൽ ഇന്ന് നമ്മുടെ ഗ്രൂപ്പിൽ രാവിലെ ആൻറ്റി ലില്ലിക്കുട്ടി ആൻറ്റി അയച്ചതുപോലെ 1 വർഷമായി ഈ പ്രയർ ഗ്രൂപ്പ് തുടങ്ങിയിട്ട്. അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാ ദിവസവും നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിൽ ഏഹ്, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വ്യക്തി ഞാനാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആമേൻ, ആമേൻ. എന്നോട് ആരെങ്കിലും രാവിലെ എന്നോട് ഹൗ ആർ യു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യം, ഐ ആം ബ്ലസ്ഡ്, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. അപ്പൊ എന്നോട് അത് ആരെങ്കിലും എടുത്തു ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം മോർ ദാൻ എനിബഡി എൽസ്, മറ്റുള്ളവരെക്കാൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവനാണ് ഞാൻ എന്ന് പറയുന്ന ഒരാളാണ് Hallelujah. ഞാൻ. അങ്ങനെയെങ്കിൽ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന എനിക്കും വളരെ വലിയ എന്താ പറയുന്നത് സപ്പോർട്ടായിരുന്നു. അതെൻ്റെ ജീവിതത്തിൽ എൻ്റെ മിനിസ്ട്രിയിലൊക്കെ ഞാൻ അറിയുന്നുണ്ട്. ഇതുപോലെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്കായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. വിശേഷാൽ ഒരു സാക്ഷ്യം പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്ത വിഷയം എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ദൈവം അതെ. നോഹയെ ഓർത്തു. ഓർമ്മ. അത് എൻ്റെ ജീവിതത്തിലും വളരെ ആത്മീയപരമായി ഭയങ്കരമായിട്ട് എന്തോ എന്നെ ശക്തിപ്പെടുത്തിയ ഒരു മെസ്സേജായിരുന്നു. ഞാനൊരു ദൈവിക സാന്നിധ്യം കഴിഞ്ഞ ആഴ്ച അനുഭവിച്ചു. അതിനുശേഷം നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് തന്നെ എനിക്ക് മെസ്സേജൊക്കെ വന്നു, പാസ്റ്ററെ അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജായിരുന്നു, അനുഗ്രഹിക്കപ്പെട്ട ക്ലാസ് ആയിരുന്നു. അപ്പം ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം ദൈവത്തിന് നന്ദി പറഞ്ഞു. കാര്യം ഇതിനൊന്നും യോഗ്യതയില്ല, എവിടെയോ കിടന്നൊരുത്തൻ എങ്കിലും ദൈവവചനം എടുക്കുവാൻ പ്രസംഗിക്കുവാനൊക്കെ ദൈവം എന്നെ ഉപയോഗിച്ചല്ലോ എന്നോർത്ത് ഞാൻ ദൈവസഭയിൽ എന്നെ തന്നെ താഴ്ത്തി. അതിനുശേഷം കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ സഭയിൽ ഞാൻ ചെന്നു. ശനിയാഴ്ച അപ്പം എനിക്ക് ഒരു വാക്കുണ്ടായിരുന്നു പ്രസംഗിക്കാൻ. പക്ഷേ ഞാൻ ആരാധിച്ചുകൊണ്ടിരുന്ന സമയത്ത് ദൈവാത്മാവ് പിന്നെയും എന്നെ ഈ വാക്ക് എൻ്റെ ഉള്ളിലേക്ക് തന്നെ ശക്തീകരിച്ചു. ഞാൻ ആരാധിച്ചു. അതിനുശേഷം ഞാൻ ഈ ചില സമയത്ത് ഞങ്ങളുടെ ഓർഡറൊന്നും ഞങ്ങൾ ഫോളോ ചെയ്യത്തില്ല. ദൈവാത്മാവിൻ്റെ ഒരു സാന്നിധ്യം വരുമ്പോഴത്തേന് ഓർഡറുകളൊന്നും ഞങ്ങൾ ഫോളോ ചെയ്യാറില്ല. ഇപ്പോൾ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ഞാൻ ഡയറക്റ്റ് ദൈവവചനത്തിലേക്ക് അങ്ങ് കയറി. കാര്യം ചില സമയത്ത് ദൈവവചനം സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ സമയം പോകും, പോകുന്ന അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ശരി ഇന്ന് ദൈവവചനം സംസാരിക്കാം. അങ്ങനെ ഞാൻ ദൈവവചനം സംസാരിക്കാൻ തുടങ്ങി. ദൈവം നോഹയെ ഓർത്തു. അതിനുശേഷം നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഓരോരുത്തരുടെ കാര്യം പറഞ്ഞു. പ്രത്യേകിച്ച് ഹന്ന പറഞ്ഞു. ഹന്നയുടെ കാര്യമൊക്കെ പറഞ്ഞ് ഇത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചു. അത്രയൊക്കെ പറയാനുള്ള സമയം കിട്ടിയുള്ളൂ. അന്നേരത്തിന് സമയം തീർന്നു. അതിനുശേഷം ഞാൻ പ്രാർത്ഥന കഴിഞ്ഞ് വീട്ടിലേക്ക് ഏകദേശം 2-2.5 മണിക്കൂറുണ്ട് അവിടുന്ന് എൻ്റെ ട്രാവൽ ചെയ്ത് വീട്ടിൽ വരാൻ. വീട്ടിലേക്ക് എത്താറായപ്പോഴത്തേനും ഒരു 1/2 കിലോമീറ്റർ മുമ്പ് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പ്രിയ സുനീഷ് ബദർ എന്നെ ഫോണിൽ വിളിച്ചു. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ ദൈവം എന്നെ ഓർത്തു. എനിക്കത് കേട്ടോ ഭയങ്കര സ്തോത്രം. സന്തോഷമായി. പുള്ളി പറഞ്ഞു ദൈവം എന്നെ ഓർത്തു. ഞാനത് പറയാൻ പോകുന്നത് സ്തോത്രം. കാര്യം താൻ സാമ്പത്തികമായിട്ട് ഭയങ്കര ഒരു കഷ്ടതയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഏകദേശം 5 ലക്ഷം റാൻഡ് തനിക്കിപ്പം സൗത്ത് ആഫ്രിക്ക കടമുണ്ട്. 5 ലക്ഷം റാൻഡ് എന്ന് പറയുമ്പം 5 × 5 25 ലക്ഷത്തോളം. അത് പുള്ളി വേറൊന്നും ചെയ്ത് വന്നതല്ല, തൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ കൊണ്ട് വന്നു പോയതാണ്. തൻ്റെ ഫാമിലി ഇവിടെ ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 2 വർഷത്തോളമായി. നേഴ്സുമാരുടെ ഇടയിൽ വന്ന ഫ്ലെക്സി എന്ന് പറയുന്നൊരു സംഭവം, അത് സൗത്ത് ആഫ്രിക്കയും അങ്ങനെ പല രാജ്യങ്ങളും വന്നിട്ടുണ്ട്. പക്ഷെ നമ്മളത് ഓർത്ത് സീരിയസ് ആയിട്ട് പ്രാർത്ഥിക്കണം. കാര്യം താൻ ഒരു സ്പെഷ്യലൈസ്ഡ് നേഴ്സാണ്. സ്പെഷ്യലൈസ്ഡ് നേഴ്സ് എന്ന് പറഞ്ഞാൽ തിയേറ്ററിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നേരത്തെയൊക്കെ ഇവർക്ക് എല്ലാ ആഴ്ചയിലും മൺഡേ ടു ഫ്രൈഡേ രാവിലെ 7 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെ, ഇല്ലെങ്കിൽ 7 മണി വരെ ഡെയിലി ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ സിസ്റ്റം മാറ്റി. പേഷ്യൻസ് ഉള്ളപ്പം മാത്രം ഇവരെ വിളിക്കും. അതായത് ഒരു ദിവസം 2 പേഷ്യൻ്റ് ആണെങ്കിൽ ആ പേഷ്യൻ്റ് വരുന്ന സമയത്തേക്ക് മാത്രം ഇവരെ വിളിക്കും. ചിലപ്പോൾ ആ ഓപ്പറേഷൻ 4 മണിക്കൂറായിരിക്കും. 4 മണിക്കൂർ കഴിയുമ്പോൾ ഇവരോട് പറയും നിങ്ങൾ വീട്ടിൽ പോയിക്കോ, അടുത്ത പേഷ്യൻസ് വരുമ്പോൾ ഞങ്ങൾ വിളിക്കാം. അങ്ങനെ ഓരോ ബാച്ചിനെ ഓരോ ടൈം അനുസരിച്ച് വിളിക്കുന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്കിന് ഇവരുടെ 12 hours എന്ന് പറയുന്ന ഡ്യൂട്ടി ഇവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവരുടെ സാലറിയിൽ അത് ഭയങ്കരമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നു. ഞങ്ങളുടെ കൂട്ടത്തിലേക്കും ഏറ്റവും നല്ല സാലറിയും ഏറ്റവും നല്ല ഫെസിലിറ്റി ഉള്ളൊരു ദൈവഭക്തനായ മനുഷ്യനായിരുന്നു അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തിൻ്റെ സാലറി നേർ പകുതിയായപ്പോഴത്തേനും ഒന്ന് ആലോചിച്ച് നോക്കിയേ. 20,000 രൂപ കിട്ടുന്ന ഒരാൾക്ക് 10,000 രൂപ കൊണ്ട് എങ്ങനെ ജീവിക്കാൻ പറ്റും? വീടിൻ്റെ റെൻ്റ് കൊടുക്കണം, 3 കുഞ്ഞുങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ തൻ്റെ മാതാവ് 2 മാസത്തിന് മുമ്പ് മരിച്ചുപോയി. മാതാവിൻ്റെ അസ്വസ്ഥതകൾ അങ്ങനെ എല്ലാം കൂടെ തന്നെ വലച്ചു. മാതാവ് അടിക്കടിക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവും.
ഒന്ന് തിരിച്ചിറങ്ങി വരുമ്പോഴത്തേക്കിന് 1-2 ലക്ഷം രൂപ. അങ്ങനെയൊക്കെ താൻ വളരെയേറെ ബുദ്ധിമുട്ടി, വളരെയേറെ ബുദ്ധിമുട്ടി. അങ്ങനെ ഒരു വലിയൊരു സാമ്പത്തിക ബുദ്ധിമുട്ടിൽ താൻ കടന്നു പോന്നു. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് താൻ ഈ എത്രയും വേഗം സൗത്ത് ആഫ്രിക്ക വിട്ട് ഇന്ത്യയിലേക്ക് പോകണം എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കുമായിരുന്നു. എല്ലാവരോടുമൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നോടും പറഞ്ഞു. എനിക്കും വല്ലാത്തൊരു വിഷമമാണ് പുള്ളിക്കാരൻ പോകുക എന്ന് പറഞ്ഞാൽ. കാര്യം എൻ്റെ ഒരു വലങ്കൈ കൂട്ടാണ്. അപ്പോൾ ഞാനും പറഞ്ഞ ബ്രദറെ നമുക്ക് പ്രാർത്ഥിക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെല്ലാം ആത്മാർത്ഥമായി ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഈ മെസ്സേജൊക്കെ കേട്ട് കഴിഞ്ഞ് താൻ വീട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മേളിലാണ് ഹൗസ് ഓണർ താമസിക്കുന്നത്. ഒരു പ്രായമുള്ളൊരു അപ്പച്ചനാണ്. മേളിലത്തെ നിലയിലാണ് താൻ താമസിക്കുന്നത്. താഴത്തെ നിലയിലാണ് സുനീഷ് ബ്രദർ താമസിക്കുന്നത്. അപ്പോൾ ഈ അപ്പച്ചനോട് പറഞ്ഞു. അപ്പച്ചൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ പുള്ളി ഒറ്റയ്ക്കാണ്. വൈഫൊക്കെ മരിച്ചുപോയി. ഇച്ചിരി പ്രായമായതിൻ്റെ അതിൻ്റേതായിട്ടുള്ള കുറച്ച് സ്വഭാവ ഇതൊക്കെ ഉണ്ട്. അങ്ങനെ കാശിൻ്റെ കാര്യത്തിലൊക്കെ ആൾ ഭയങ്കര സ്ട്രിക്റ്റാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ സുനീഷ് ബ്രദർ ഇല്ലായിരുന്ന സമയത്ത് ഞങ്ങളാ വീട്ടിൽ ചെല്ലും. ഞങ്ങൾ മിക്കവാറും അവിടെയാണ് താമസിക്കുന്നത്. അപ്പം എന്നോട് പറഞ്ഞു, പാസ്റ്ററെ കറണ്ട് ചാർജ് തീർന്നു പോയി, നിങ്ങൾ കറണ്ട് ചാർജ് അടയ്ക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ കറണ്ട് ചാർജിന് വേണ്ടി എന്നെ കൊണ്ടൊക്കെ പേ ചെയ്യിപ്പിച്ച ഒരാളാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ പുള്ളിക്കാരൻ്റെ കാര്യം. സുനീഷ് ബ്രദർ വരുന്നിടം വരെ പോലും ആൾ വെയിറ്റ് ചെയ്യാതെ അങ്ങനത്തെ കാര്യത്തിലൊക്കെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു അപ്പച്ചനാണ്. ഈ അപ്പച്ചനോട് സുനീഷ് ബ്രദർ പറഞ്ഞു, അപ്പച്ച ഞാനിത് വിട്ട് മാറുവാണ്, വിത്തിൻ 2 months എല്ലാം നിർത്തി പോകാൻ പോവാണ്. ഇപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ഓക്കെ ശരി, അതാണ് നിൻ്റെ തീരുമാനമെങ്കിൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ഒരു പേപ്പറും ഒരു പേനയും എടുത്തുകൊണ്ട് സുനീഷ് ബ്രദറിൻ്റെ അടുത്ത് വന്നു. വന്നിട്ട് ചോദിച്ചാടാ, നീ പറ, നിൻ്റെ പ്രശ്നം എന്താ? നീ ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്നു എന്നാണല്ലോ പറഞ്ഞത്, നിൻ്റെ പ്രശ്നം എന്താ? അപ്പോൾ പുള്ളി പറഞ്ഞു, എനിക്ക് 2 ക്രെഡിറ്റ് കാർഡുണ്ട്. ഓക്കെ, ആദ്യത്തെ ക്രെഡിറ്റ് കാർഡിൽ 80,000 രൂപ അടയ്ക്കാനുണ്ട്. ഓക്കെ, 80,000. വേറൊരു ക്രെഡിറ്റ് കാർഡുണ്ട്, അതിൻ്റെ അകത്തുനിന്ന് ഞാൻ ഏകദേശം 80 എടുത്തിട്ടുണ്ട്. ഓക്കെ, 80 എഴുതി. പിന്നെന്താ? ഇപ്പോൾ പുള്ളി പറഞ്ഞു, വേറെ ബാങ്കിൽ നിന്ന് ഞാൻ ലോണ്, ഇതെല്ലാം പറയുന്ന റാൻഡാണ് കേട്ടോ, 1 ലക്ഷമോ 1,20,000 കണ്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ. അങ്ങനെ പുള്ളിയുടെ ബാധ്യതകൾ പുള്ളി പറയാൻ തുടങ്ങി. വണ്ടിയുടെ ലോണുണ്ട്, കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ ഇതെല്ലാം പുള്ളി എഴുതി. എഴുതിയിട്ട് പുള്ളി ചോദിച്ചു, നീ ഞാൻ ഇപ്പോൾ ഈ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് നീ വേറെ സ്ഥലത്തോട്ട് മാറാനാണ് പ്ലാൻ ഇട്ടിരിക്കുന്നതെങ്കിൽ നിനക്ക് എത്ര രൂപ ഒരു മാസം സേവ് ചെയ്യാം? പുള്ളി പറഞ്ഞൊരു 4,000. അപ്പം അങ്ങനെ ഒരു 4,000 വെച്ച് നീ ഒരു വർഷത്തേക്ക് സേവ് ചെയ്യുവാണെങ്കിൽ നിനക്ക് എത്ര രൂപ കിട്ടും? അപ്പോൾ പുള്ളി പറഞ്ഞു, എനിക്കൊരു 60,000 സേവ് ചെയ്യായിരിക്കും. ഈ 60,000 ഒരു വർഷം സേവ് ചെയ്താൽ നിന്റെ പ്രശ്നമെല്ലാം തീരും. സുനീഷ് ബദർ പറഞ്ഞില്ല, തീരത്തില്ല. പിന്നെ നീ എങ്ങനെ ഇതൊക്കെ സോൾവ് ചെയ്യും? പുള്ളി പറഞ്ഞു, എനിക്കറിയത്തില്ല, പക്ഷേ എന്നെ കൊണ്ട് പറ്റുന്നോട്ട് ഞാനൊന്ന് ട്രൈ ചെയ്യാൻ പോവാം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അപ്പച്ചൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഞാൻ നിന്നെ സഹായിക്കാം. പുള്ളിക്കാരന് പെൻഷൻ കിട്ടിയ 2,80,000 റാൻഡുണ്ട്. പുള്ളി പറഞ്ഞു, ഞാൻ നിനക്ക് 2,50,000 റാൻഡ് ഞാൻ നിനക്ക് തരാം. സുനീഷ് ബദർ പറഞ്ഞു, വേണ്ട, തരണ്ട. കാര്യം ഇവർ തമ്മിൽ ഒരു ഒരു റിലേഷൻഷിപ്പും ഇല്ല. പുള്ളി ഒരു വെള്ളക്കാരൻ, ഇദ്ദേഹം ഒരു ഇന്ത്യക്കാരൻ. കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നു എന്നല്ലാതെ പ്രത്യേകിച്ചൊരു ബന്ധമില്ല. പുള്ളി പറഞ്ഞില്ല, നിന്നെപ്പോലൊരു ടെൻഡന്റിനെ എനിക്ക് ഇനി കിട്ടുമെന്ന് അറിയത്തില്ല. നീ ദൈവഭക്തനായ ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് നിന്നെ ഞാൻ സഹായിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഞാൻ നിനക്ക് 2,00,000 റാൻഡ് തരാം. കാര്യം പുള്ളി എഴുതി കൂട്ടി നോക്കിയപ്പം ഏകദേശം 2,50,000 രൂപ പുള്ളിക്ക് ഇപ്പം പിടിച്ച് നിൽക്കണമെങ്കിൽ, അതായത് വിത്തിൻ 1 month ഈ രാജ്യത്ത് പുള്ളിക്കാരൻ നിൽക്കണമെങ്കിൽ ഇത്ര കാര്യങ്ങൾ അടച്ചേ പറ്റും. അതിനുള്ള കാശ് ദൈവം കൊടുത്തു. കണ്ടോ, ദൈവം ഓർത്താൽ അവസ്ഥകൾ മാറും. അതാര് കൊടുക്കുമെന്ന് ചോദിച്ചാൽ നമുക്കറിയത്തില്ല. ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലായിരുന്നു. ആര് കൊടുക്കും? ആർക്ക് സഹായിക്കാൻ പറ്റും? പക്ഷെ കരുതുന്നൊരു ദൈവം, കരുതുന്നൊരു ദൈവം. അതുകൊണ്ട് തീർന്നില്ല അത്ഭുതം. അതിനുശേഷം അപ്പച്ചൻ പിറ്റേ ദിവസം സുനീഷ് ബദറിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, എടാ, ഞാൻ രാത്രി കിടന്നപ്പോൾ ആലോചിച്ചു, എൻ്റെ കയ്യിൽ ആകെ 2,80,000 രൂപയുള്ളൂ. ഇതിൻ്റെ അകത്ത് 250 നിനക്ക് തന്ന ഞാൻ പിന്നെ എന്തോ ചെയ്യും? എന്തെങ്കിലും വന്ന ഇൻഷുറൻസ് ഇല്ല, കാര്യങ്ങളില്ല, എന്തോ ചെയ്യും? അപ്പോൾ സുനീഷ് ബദർ പറഞ്ഞു, കുഴപ്പമില്ലെങ്കിലേ, കുഴപ്പമില്ല,
എനിക്ക് വിഷമമൊന്നുമില്ല. പക്ഷെ പുള്ളി പറഞ്ഞു, എനിക്ക് നിന്നെ സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ പണ്ടൊരു പുള്ളി, എൻ്റെ ഒരു അടുത്ത കൂട്ടുകാരന് ഒരു 60,000 റാൻഡ് കൊടുത്തിട്ട് അവൻ ഇന്ന് വരെ തിരിച്ചു തന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സുനീഷ് ബ്രദർ പറഞ്ഞു, നിങ്ങൾ അവരുടെ ആ പുള്ളിക്കാരൻ്റെ ഒരു ആവശ്യത്തിന് നിങ്ങൾ കൊടുത്തതല്ലേ, പുള്ളിക്ക് ഉണ്ടാവുന്ന സമയത്ത് തരുമായിരിക്കും എന്നൊക്കെ പറഞ്ഞു. പറഞ്ഞ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ പുള്ളി വന്നിട്ട് പറഞ്ഞു, എടാ മറ്റേ പുള്ളിക്കാരന് 60,000 രൂപ എനിക്ക് അയച്ചു തരാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് ഈ 2,50,000 നിനക്ക് തരാം. ആമേൻ. എന്നെ കേൾക്കുന്നവരെ, നോഹയെ ദൈവം ഓർത്തെങ്കിൽ, ദൈവമേ, അബ്രഹാമിനെ ദൈവം ഓർത്തെങ്കിൽ, സ്തോത്രം. റാഹേലിനെ ദൈവം ഓർത്തെങ്കിൽ, ദൈവമേ, സ്തോത്രം. അന്നയെ ദൈവം ഓർത്തെങ്കിൽ, ഇസ്രായേൽ മക്കളെ ദൈവം ഓർത്തെങ്കിൽ, അപ്പാ, എന്നെയും നിങ്ങളെയും ദൈവം ഓർത്ത നമ്മുടെ അവസ്ഥകൾക്ക് വ്യത്യാസം ഉണ്ടാകും. യെസ്. ആമേൻ. ഹല്ലേലൂയ. ദൈവമേ, അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്നവരെ, നമ്മളെ ദൈവം ഓർക്കട്ടെ, നമ്മളെ ദൈവം ഓർക്കട്ടെ, ഓർക്കട്ടെ, ഓർക്കട്ടെ. കഴിഞ്ഞ ആഴ്ചയിലെ നമ്മുടെ ടോപ്പിക് അതായിരുന്നു, ദൈവം നോഹയെ ഓർത്തു. ഞാൻ ആ വാക്കിൽ കൂടെ കടന്നുപോയപ്പോൾ എന്നെ വളരെയേറെ ചിന്തിപ്പിച്ചൊരു കാര്യമുണ്ട്. ഏകദേശം 40 ദിവസം രാവും പകലും മഴ പെയ്തു, 150 ദിവസത്തോളം വെള്ളം പൊങ്ങി. അപ്പോഴൊന്നും ദൈവം നോഹയെ ഓർത്തില്ലേ എന്നെൻ്റെ മനസ്സിലൊരു പെട്ടെന്നൊരു ചിന്ത വന്നു. അപ്പം ഞാൻ ആലോചിച്ചു, ദൈവമേ, ദൈവം പറയുന്നു ഓർത്തു. അപ്പൊ ദൈവം പുള്ളി ഓർക്കാനുള്ള കാരണം എന്താ? നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ പശു ഉണ്ടേ തന്നെ, അല്ലെങ്കിൽ ആടുണ്ടേ തന്നെ, അല്ലെങ്കിൽ കോഴി ഉണ്ടേ തന്നെ, നമ്മുടെ പെരയ്ക്കകത്ത് കയറി ഒന്ന് കാഷ്ടിച്ചാൽ എങ്ങനെയായിരിക്കും അവസ്ഥ? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്. കഴിഞ്ഞ 40 ദിവസം അല്ലെങ്കിൽ 150 ദിവസമായിട്ട് ഇത്രയും മൃഗങ്ങളെ തീറ്റിപ്പോറ്റി അവരുടെ കൂടെ ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ കാര്യം, പെട്ടെന്ന് നമ്മൾ പറയും ദൈവത്തിന്റെ വാക്ക് കേട്ട് പെട്ടകത്തിൽ കയറി പുള്ളി രക്ഷപ്പെട്ടു. പക്ഷെ ആ ദിവസങ്ങളിൽ താനും തൻ്റെ കുടുംബവും കടന്നുപോയ അവസ്ഥകളെ പറ്റി നമ്മൾ ചിന്തിക്കണം. അതത്ര ഈസി അല്ലായിരുന്നു. അത്ര ഈസി അല്ലായിരുന്നു. നമ്മളായിരുന്നെങ്കിൽ ചോദിച്ചേനെ, ദൈവമേ, നിന്റെ വാക്ക് കേട്ടിട്ട് പെട്ടകത്തിൽ കയറി കണ്ട പട്ടിയുടെയും പൂച്ചയുടെയും ആനയുടെയും കൂടെ ഒക്കെ കിടപ്പ് അതെങ്ങനെയും സഹിക്കാം. പക്ഷെ ബാക്കിയുള്ള കാര്യം എന്നെ യേശുവപ്പാ. കേൾക്കുന്നവരെ ഓർക്കുക, എന്നെ കേൾക്കുന്നവരെ ഓർക്കുക. ദൈവം നമ്മളെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ, ദൈവം നമ്മളോട് ഒരു കാര്യം പറഞ്ഞാൽ, ഭാരങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ദൈവം നമ്മളെ ഓർക്കുന്നൊരു സമയമുണ്ട്, ഓർക്കുന്നൊരു സമയമുണ്ട്. ആ സമയത്ത് ദൈവം ഓർത്തപ്പോൾ നോഹയ്ക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ടു. എന്നാൽ ഇന്ന് ഈ നോഹ ഇത്രയും ഒരു ദൈവികമായുള്ള ഇടപെടലുള്ള വ്യക്തി, അല്ലെങ്കിൽ ദൈവത്തോട് കൂടെ നടക്കാൻ നോഹയെ പ്രേരിപ്പിച്ചത് ആരാണെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ആ, അതിന്റെ കാരണം തന്നെ അദ്ദേഹത്തിന്റെ തലമുറകളാണ്, പൂർവ്വ പിതാക്കന്മാരാണ്. നമുക്കറിയാം ലോഹയുടെ പിതാവിന്റെ പേരെന്താ? അതറിയണമെങ്കിൽ നമ്മൾ ഏകദേശം 5-ാമത്തെ അധ്യായത്തിലേക്ക് വരണം. 5-ാമത്തെ അധ്യായത്തിലാണ് പറയുന്നത്, ആമാ. 5-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യത്തിലാണ് പറയുന്നത്, ലാമേക്ക്, ലാമേക്ക് എന്നാണ് അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര്. എന്നാൽ കയീനിന്റെ വംശത്തിലും ഒരു ലാമേക്ക് ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ പറ്റി നമ്മൾ പഠിച്ചു. കയീനിന്റെ വംശത്തിലുള്ള ലാമേക്ക് ആദ്യമായി ബൈബിളിൽ ബഹുഭാര്യത്വം തുടങ്ങിയ, തൻ്റെ മക്കളൊക്കെ ഭയങ്കര ഫേമസ് ആൾക്കാരായിരുന്നു. എന്നാൽ ഈ ലാമേക്കിന്റെ പ്രത്യേകത, അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, 29-ാമത്തെ വാക്യം 5-ാം അധ്യായം, യഹോവ ശപിച്ച ഭൂമിയിൽ നമ്മുടെ പ്രവൃത്തിയിലും നമ്മളുടെ കൈയുടെ പ്രയത്നത്തിലും ഇവൻ നമ്മെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ് നോഹ എന്ന് പേരിട്ടു. കണ്ടോ, ദൈവിക സാന്നിധ്യത്തിൽ നിറഞ്ഞ മാതാപിതാക്കൾ. ആമേൻ. അദ്ദേഹത്തിന്റെ പിതാവാണ് മെതുശാലേം. അദ്ദേഹത്തിന്റെ പിതാവാണ് ആര്? ഹാനോക്ക്. ഹാനോക്കിന്റെ കൊച്ചുമാന്റെ മോൻ, അല്ലെങ്കിൽ ഹാനോക്ക് കഴിഞ്ഞ് 4-ാമത്തെ തലമുറയാണ് നോഹ. അങ്ങനെയുള്ള നോഹയെ പറ്റിയാണ് പറയുന്നത്. താൻ ആ തലമുറയിൽ നിഷ്കളങ്കനായിരുന്നു, നീതിമാനായിരുന്നു, ദൈവത്തോടു കൂടെ നടന്ന വ്യക്തി. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്നവരെ, നാമും ദൈവഹിത പ്രകാരം ദൈവത്തിൻ്റെ വാക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ തയ്യാറായാൽ നമ്മുടെ തലമുറകളും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. നോഹയും ദൈവമായിട്ടുള്ളൊരു ബന്ധം എന്താണെന്ന് നമുക്ക് ഈ അധ്യായത്തിൽ നിന്ന് തന്നെ കാണാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 20-ാം വാക്യം. അവിടെ പറയുന്നു, നോഹ യഹോവയ്ക്ക്
ഒരു യാഗപീഠം പണിതു. ശുദ്ധിയുള്ള സകല മൃഗങ്ങളിൽ നിന്നും ശുദ്ധിയുള്ള എല്ലാ പറവകളിൽ നിന്നും ചിലതെടുത്ത് യാഗപീഠത്തിന്മേൽ ഹോമയാഗം അർപ്പിച്ചു. കണ്ടോ? പെട്ടകത്തിൽ നിന്ന് ആദ്യം ഇറങ്ങി വന്ന നോഹ ചെയ്ത കാര്യം എന്താ? ഒരു ദൈവം. യാഗപീഠം പണിത് ദൈവത്തെ ആരാധിച്ചു. ദൈവത്തെ ആരാധിച്ചു. അങ്ങനെയെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ ഫസ്റ്റ് പ്രയോറിറ്റി, പ്രൈം പ്രയോറിറ്റി എന്നൊക്കെ പറയാം, പ്രമുഖ സ്ഥാനം, പ്രാധാന്യം ദൈവത്തെ ആരാധിക്കുന്നതിന് കൊടുത്ത ഒരു വ്യക്തി. ബൈബിളിൽ ആദ്യമായിട്ട് ഒരു യാഗപീഠം പണിതു എന്ന് പറയുന്നത് ഈ നോഹയെ പറ്റിയാണ്. 4-ാം അധ്യായത്തിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ ഷേത്തിന് ജനിച്ച മകനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ഏനോഷ്. ഏനോഷിന്റെ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങിയെന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തെ സ്തുതിക്കുന്നവരായിരുന്നു, ദൈവത്തിന് വഴിപാട് കൊണ്ടുവരുന്നവരായിരുന്നു. എന്നാൽ ഒരു യാഗപീഠം പണിത് യാഗം കഴിച്ച ആദ്യത്തെ ഒരു വ്യക്തി എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയുന്നത് നോഹയാണ്. തന്നെ ദൈവം വിടുവിച്ചതോർത്ത്, തൻ്റെ തലമുറകളെ ദൈവം രക്ഷിച്ചതോർത്ത് ദൈവസന്നിധിയിൽ വന്ന് ദൈവത്തെ ആരാധിക്കുന്ന ഒരു മനുഷ്യൻ. കണ്ടോ? താനുമായിട്ടുള്ള ദൈവമായിട്ടുള്ള ബന്ധത്തിൻ്റെ കാര്യം കണ്ടോ? ഹല്ലേലൂയ. നോഹ പെട്ടകത്തിൽ നിന്നിറങ്ങി ആദ്യമായിട്ട് ചെയ്ത കാര്യം ആരാധനയായിരുന്നു. നമ്മുടെ ഭാഷ പറഞ്ഞ രക്ഷ ലഭിച്ച ശേഷം ദൈവത്തെ ആദ്യം ആദരിക്കണമെന്ന് ഈ നോഹ നമ്മളെ പഠിപ്പിക്കുക. ദൈവവുമായി ഒരു ബന്ധം, ദൈവത്തെ നാം പ്രസാദിപ്പിക്കണോ, ദൈവമായിട്ടുള്ള ബന്ധം പുനർക്രമീകരിക്കണമെന്നൊക്കെ, ദൈവത്തിൻ്റെ നിയമത്തിലേക്ക് നാം വരണമെന്നും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് നോഹ. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്നവരെ, ഇന്ന് ദൈവം നമുക്ക് പല കാര്യങ്ങൾ തന്നിട്ടുണ്ട്. നമുക്ക് സമയമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ആരോഗ്യം ദൈവം തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്താ? പ്രയോറിറ്റി നാം ദൈവത്തെ ആരാധിക്കുന്നവരാണ്. ഇല്ല എങ്കിൽ ഈ നോഹയിൽ നിന്ന് നമ്മൾ പഠിക്കണം. അങ്ങനെ താൻ ആരാധിച്ചപ്പോൾ വന്ന കാര്യം എന്താണെന്നറിയാമോ? 21-ാം വാക്യം പറയുന്നു, യഹോവ സൗരഭ്യവാസന മണത്തപ്പോൾ യഹോവ തൻ്റെ ഹൃദയത്തിൽ അരുളി ചെയ്തത്, ഞാൻ മനുഷ്യന്റെ നിമിത്തം ഇനി ഭൂമിയെ ശപിക്കയില്ല. മനുഷ്യന്റെ മനോനിരൂപണങ്ങൾ ബാല്യം മുതൽ ദോഷമുള്ളതാകുന്നു. ഞാൻ ചെയ്തതുപോലെ സകല ജീവികളെയും ഇനിയും നശിപ്പിക്കുകയില്ല. ഭൂമിയുള്ള കാലത്തോളം വിതയും കൊയ്ത്തും ശീതവും ഉഷ്ണവും വേനലും വർഷവും രാവും പകലും ഇനി നിന്നു പോകത്തില്ല. കണ്ടോ? ഒരാരാധനയിൽ നിന്ന് വന്ന അനുഗ്രഹം. നമ്മൾ കയ്യിനെ പറ്റി പഠിച്ചപ്പോൾ നമ്മൾ കണ്ടു കയ്യിൻ്റെ വഴിപാട് എങ്ങനെയാണ് പോയത്. ഹാബേലിൻ്റെ യാഗത്തിൽ എന്തുകൊണ്ട് ദൈവം പ്രസാദിച്ചു. ഇവിടെ കണ്ടോ? തൻ്റെ മകൻ്റെ ഹൃദയത്തിൽ നിന്നും വന്ന ആ നന്ദി പ്രകടനം കണ്ടുകൊണ്ട് ദൈവം ഒരു തീരുമാനമെടുക്കുക. എന്താണ് ആ തീരുമാനം? ഞാൻ നോഹയെ അനുഗ്രഹിക്കും. പിന്നെ ഇനി അങ്ങോട്ട് കാണുന്ന നോഹയുടെ അനുഗ്രഹങ്ങളാണ്, തലമുറകളെ അനുഗ്രഹിക്കുന്നതാണ്. ഇപ്പോൾ ഒരു ആരാധനയുടെ ഇമ്പോർട്ടൻസ് നിങ്ങൾ കണ്ടോ? ദൈവത്തിന് നമ്മൾ കൊടുക്കുന്ന ആദരവിന്, ആരാധനയ്ക്ക് അത് വലിയ വിലയാണ്. അതിനൊരു പ്രതിഫലമുണ്ട്. നോഹയ്ക്ക് കിട്ടിയ പ്രതിഫലം, ദൈവം തീരുമാനം എടുത്തിട്ട് പറയാം, ഇനി ഞാൻ നശിപ്പിക്കത്തില്ല. ഈ നശിപ്പിച്ചതുപോലെ ഇനിയും ഞാൻ നശിപ്പിക്കത്തില്ല. ആരാധന സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ, തൻ്റെ മകൻ്റെ ആ പ്രവൃത്തിയിൽ പ്രസാദിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം ഒരു തീരുമാനമെടുത്തു. എന്നിട്ട് പറയാണ് 7-ാം വാക്യം, 9-ാം അധ്യായം 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ആകയാൽ നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി അനവധി ഭൂമിയിൽ പെറ്റുപെരുകയും. പിന്നെ 12-ാം വാക്യം വരുമ്പോൾ പിന്നെയും ദൈവം പറയുന്നു, പിന്നെയും ദൈവം അരുളി ചെയ്ത്, ഞാനും നിങ്ങളും നിങ്ങളോടുകൂടെയുള്ള സകല ജീവനും തമ്മിൽ
സദാകാലത്തേക്ക് ഒരു നിയമം ചെയ്യുന്നു, ഒരു നിയമം ചെയ്യുന്നു, ഒരു നിയമം ചെയ്യുന്നു. ഇങ്ങനെ ദൈവം നിയമം ചെയ്തൊരു വ്യക്തിയാണ് ദാവീദ്. ദാവീദിനോട് പറഞ്ഞു, നീ എൻ്റെ ഹൃദയപ്രകാരം നടന്നതുകൊണ്ട് ഞാൻ നിന്റെ തലമുറ എന്തോ ചെയ്യും? അനുഗ്രഹിക്കും. നിന്റെ തലമുറയിൽ ഒരാൾ എന്തോ ചെയ്യും? ശൗലിനെയൊക്കെ ദൈവം തള്ളിക്കളഞ്ഞ് രാജസ്ഥാനത്ത് നിന്ന് മാറ്റിയപ്പോൾ പറഞ്ഞു, നിന്റെ തലമുറയിൽ ഒരുത്തനെങ്കിലും രാജാവായിട്ട് കാണും. അങ്ങനെ ദാവീദിൻ്റെ തലമുറയിൽ വന്നതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, നിത്യരാജാവായ നിത്യരാജാവായ. എന്നെ കേൾക്കുന്നവരെ, നമ്മുടെ ആരാധനകളെ അത് നിസ്സാരമായിട്ട് നമ്മൾ എടുക്കരുത്. അത് വെറും നേരം പോക്കാക്കി മാറ്റരുത്. ഒരു സഭ ഉള്ളതുകൊണ്ട്, ക്രിസ്ത്യാനിയായിട്ട് ജനിച്ചു പോയതുകൊണ്ട്, ഞായറാഴ്ച പ്രത്യേകിച്ച് പരിപാടി ഇല്ലാത്തതുകൊണ്ട് ആരാധനയ്ക്ക് വരുന്നു എന്നുള്ളതല്ല. ആത്മാർത്ഥതയോടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് പറഞ്ഞു, ദൈവസ്നേഹത്തിൽ നിന്ന് പറഞ്ഞു, ദൈവസ്നേഹത്തിൽ നിന്ന്. ഹല്ലേലൂയ. പുതിയ നിയമത്തിൻ്റെ ഭാഷ പറഞ്ഞാൽ ആരാധനയെ പറ്റി പറഞ്ഞിരിക്കുന്നത് റോമാലേഖനം 12-ാം അധ്യായമാണ്. നമുക്കറിയാവുന്ന ഒരു അധ്യായമാണ്. എങ്കിലും ഒരു നിമിഷം ആ അധ്യായത്തിലേക്ക് നമുക്കൊന്ന് നമ്മുടെ ചിന്തയിൽ തിരിക്കാം. റോമാലേഖനം 12-ാം അധ്യായം 1-ാം വാക്യം ഇവിടെ പറഞ്ഞു, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനക്കാരായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിക്കും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പി. ഇവിടെ പറയുന്നു, കാളകളല്ല, ആടല്ല, അല്ലെങ്കിൽ മൃഗങ്ങളോ പക്ഷികളോ അല്ല. ആരാണ് യാഗമായിട്ട് സമർപ്പിക്കേണ്ടത്? നമ്മൾ. അപ്പം ഇനി എല്ലാവരും ഒരു നിമിഷം എന്നോട് കൂടെ ഒന്ന് പറയണം. നമുക്കറിയാം, പഴയ നിയമ കാലഘട്ടത്തിൽ ഒരാടിനെ നമ്മൾ യാഗം കഴിക്കാൻ കൊണ്ടുപോകാം. യാഗപീഠത്തിൻ്റെ അവിടെ കൊണ്ട് കെട്ടിയാൽ പിന്നെ ആ ആടിന് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. ഇല്ല. യാഗം ആകുകയാണ് അടുത്തത്. ആടിൻ്റെ എന്തു ചെയ്യും? തലവെട്ടും, തൊലിയിരിക്കും, രണ്ടായിട്ട് കീറും, ആവശ്യമില്ലാത്ത കുടലും വണ്ടവും എല്ലാം എടുത്ത് എന്തു ചെയ്യും? മാറ്റും. ഇതൊക്കെയാണ് അടുത്ത പ്രൊസീജിയർ. ഇവിടെ പറയുന്നു, നിങ്ങളെന്തോ ചെയ്യണം? നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് എന്തോ ചെയ്യണം? സമർപ്പിക്കണം. അപ്പം ഞാൻ ഒരു യാഗമൃഗമാകാൻ പോവാം. യാഗമൃഗമാണ്, യാഗമാണ്. കർത്താവ് എന്നിലാണ് പ്രസാദിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ എന്നെ യാഗമാകാൻ സമർപ്പിച്ച പിന്നെ വേറെന്തെങ്കിലും കാര്യത്തിൽ ഞാൻ ഇടപെടണോ? അപ്പം നിങ്ങൾ ചോദിക്കും, പാസ്റ്റർ ഇതെന്താ ഇങ്ങനൊരു ചോദ്യം ചോദിച്ച്? അതിന് മറുപടി ഈ അധ്യായത്തിൽ തന്നെ ഉണ്ട്. നിങ്ങളൊന്നും മനസ്സിരുത്തി ഒന്ന് വായിച്ചാൽ ദൈവം നമ്മളോട് അത് ഇടപെടും. അതെന്തൊക്കെ കാര്യങ്ങളിൽ നിന്നാണ് നമ്മൾ ഒഴിഞ്ഞു നിൽക്കേണ്ടതെന്ന് 2 മുതലുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് വായിക്കാമോ? 12-ാം അധ്യായം 2-ാമത്തെ വാക്യം. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുത്തുകയും. ആലോചിക്കണം, നമ്മളിപ്പോൾ ആരാണ്? യാഗമാണ്. ഒരു ദൈവത്തിന് വേണ്ടി യാഗമാകാൻ നിയമിച്ച അല്ലെങ്കിൽ തീരുമാനമെടുത്ത ഒരു വസ്തു, യാഗവസ്തുവാണ്. ഇപ്പോൾ പുതിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? പറയുന്നു, ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് നമ്മളെ സമർപ്പിക്കണം. സമർപ്പിച്ച് കഴിഞ്ഞിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് നമ്മൾ എന്തോ ചെയ്യണം? ഈ ലോകത്തിന് എന്തോ ചെയ്യരുത്? അനുരൂപമാകരുത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ദൈവമേ, ഇത് നമുക്കിട്ടുള്ള പരിപാടിയാണല്ലോ വരുന്നത്. ഇത്രേ ഉള്ളൂ. ഇവിടെ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതം എന്തെന്ന് നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചറിയണം. അതിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ. ഇപ്പം നമ്മൾ പ്രാർത്ഥനയ്ക്ക് മുമ്പ് നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു തുടങ്ങിയൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? നമുക്ക് പലപ്പോഴും നമ്മുടെ ഒരു ഹിതമുണ്ട്, നമുക്കൊരു ഇഷ്ടമുണ്ട്.
ഫോർ എക്സാമ്പിൾ, പണ്ടൊരു വ്യക്തി എൻ്റെ അടുക്കെ പറഞ്ഞ, പക്ഷേ ഞാനൊരു ലോട്ടറി എടുത്തിട്ടുണ്ട്, അടിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അടിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു തീരുമാനമാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ പ്രാർത്ഥിക്കത്തില്ല. എന്തൊക്കെ ചോദിച്ചാൽ അതെന്താ? ഏ എന്നെ സംബന്ധിച്ച് ദൈവമക്കൾ അതൊരു അത്ഭുതമല്ല ലോട്ടറി അടിക്കുന്നത്. ലോട്ടറി എടുക്കാൻ ദൈവമക്കൾക്ക് അനുവാദമില്ല. ശരി, അത് വേറെ കാര്യം. എടുക്കാൻ അനുവാദം ഉണ്ടോ ഇല്ലയോ, അത് എന്നെ സംബന്ധിച്ച് അതൊരു അത്ഭുതമല്ല. കാര്യം ലോകത്തിൽ പലർക്കും എന്ത് ചെയ്യുന്നുണ്ട്, ലോട്ടറി അടിക്കുന്നുണ്ട്. പക്ഷെ അത് ദൈവത്തിന്റെ വഴിയായിരിക്കണമെന്നാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ ഇതിന്റെ താരുടെ ഹിതമാണ്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ. എന്ന് പറയുന്നത് വിട്ട് ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ ഒരാളോട് ചോദിക്കുകയാണ്, എന്തോ ജോലിയാ വേണ്ടത് എന്ന് ചോദിച്ചാൽ പുള്ളിക്ക് മനസ്സിലൊരു ജോലിയുണ്ട്, ഇത് കിട്ടിയാൽ നല്ലതായിരുന്നു എന്ന് ആഗ്രഹമുണ്ട്. എത്ര രൂപ മാസം വേണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലൊരു എമൗണ്ട് ഉണ്ട്. അതാണ് നമ്മുടെ ആഗ്രഹം. അപ്പൊ ഇതിൻ്റെ അകത്ത് ഇവിടെ പൂർണ്ണ പ്രസാദം. നമ്മൾ പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണ്, നമുക്ക് പ്രസാദമുള്ള കാര്യമാണ്. പക്ഷെ ദൈവം പറയുന്നത് നിങ്ങളെ യാഗമായിട്ട് സമർപ്പിച്ചാൽ ആലോചിച്ചോണം, നിങ്ങൾ ഇനി അടുത്ത ചെയ്യേണ്ടത് ദൈവത്തിന്റെ പൂർണ്ണ പ്രസാദമാണ്. ഗോഡ്സ് പെർഫെക്റ്റ് വിൽ. ദൈവത്തിന്റെ പൂർണ്ണ പ്രസാദമുള്ള കാര്യം ചെയ്യാൻ നമ്മളെ എന്ത് വേണം, ഇന്ന് സമർപ്പിക്കണം. ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കാൻ പറയണം, കർത്താവെ അടിയനെ യാഗമാക്കിയിട്ടുണ്ട്, ഇനി എൻ്റെ ഹിതമല്ല നിന്റെ ഹിതമെന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. പക്ഷെ ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ കണക്ക് കൂട്ടി വെക്കുമ്പോൾ 1,00,000 രൂപ കിട്ടിയിരുന്നെങ്കിൽ, 2,00,000 രൂപ ഉണ്ടായിരുന്നെങ്കിൽ, നമ്മൾ ചോദിച്ചിട്ടുണ്ടോ, ദൈവമേ ഇതാണോ നിന്റെ പൂർണ്ണ ഹിതം എന്നെപ്പറ്റി? നീ എന്നെപ്പറ്റി ഇതാണോ ആഗ്രഹിക്കുന്നത്? ദൈവസന്നിധിയിൽ യാഗമായിട്ട് സമർപ്പിച്ചൊരു വ്യക്തിക്ക് ഈ ലോകക്കാർ കണക്ക് കൂട്ടുന്നത് കൂട്ട് കണക്ക് കൂട്ടാൻ പറ്റത്തില്ല കേട്ടോ. ഈ ലോകക്കാർ ചെയ്യുന്നത് കൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഈ ലോകത്തിൻ്റെ സ്റ്റാറ്റസ് അല്ല നമ്മുടെ സ്റ്റാറ്റസ്. അതാണ് ഞാൻ നോഹയെപ്പറ്റി പറഞ്ഞു വന്നപ്പോൾ, കയ്യിൻ്റെ തലമുറയിൽ 7ാമത്തെ മനുഷ്യനാണ് ലാമേക്ക്. അദ്ദേഹത്തിൻ്റെ മനുഷ്യൻ ലോകത്തിൽ വലിയ ആൾക്കാരൊക്കെ ആയി. പക്ഷേ ഷേത്തിൻ്റെ പാരമ്പര്യത്തിൽ വന്ന വ്യക്തിയാണ് ഈ ലാമാക്ക്. പക്ഷെ അദ്ദേഹത്തിൻ്റെ മകൻ രക്ഷിക്കപ്പെടുവാനിടയായി തീർന്നു. നമുക്ക് കൈനോട് ചോദിക്കാം, കൈനെ നിന്റെ വംശത്തിൽ വില്ലന്മാരും വലിയ വലിയ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നല്ലോ, അവരൊക്കെ എന്തേ നശിച്ചു പോയിന്ന്? വെള്ളപ്പൊക്കത്തിൽ നശിച്ചു പോയപ്പോൾ ദൈവത്തിൻ്റെ ഹിതം എന്തെന്നറിഞ്ഞ് തിരിച്ചറിഞ്ഞ് ജീവിച്ച് രക്ഷപ്പെട്ടൊരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് നോഹ. അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്, ദൈവത്തെ ആരാധിക്കണം. പുതിയ നിയമം നമ്മളോട് പറയുന്നു, നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത് ജീവനും വിശുദ്ധിക്കും നമ്മളെ തന്നെ യാഗമായിട്ട്. അങ്ങനെയെങ്കിൽ നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ യാഗമാക്കാൻ കൊണ്ടുവരുമ്പോൾ, പഴയ നിയമത്തിൻ്റെ പ്രകാരത്തിൽ ഒരു യാഗമുറത്തെ കൊണ്ടുവരുമ്പോൾ ആദ്യം അവർ പരിശോധിക്കുന്ന ഇതിന് വല്ല ഊനമുണ്ടോന്ന്, എന്തെങ്കിലും കുറവുകളുണ്ടോന്ന്. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ രാത്രികാലം ദൈവം നമ്മുടെ യാഗത്തിൽ പ്രസാദിക്കാൻ പോകുന്നതിന് മുമ്പ്, നമ്മളെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നതിന് മുമ്പ് ഒന്ന് പറയാവോ, കർത്താവ് ഇപ്പോഴും ലോകം എൻ്റെ ജീവിതത്തിലുണ്ട്, ലോകത്തിൻ്റെ കുറച്ച് ആശകളൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ട്, ഹല്ലേലൂയ, എന്നെ അതിൽ നിന്നങ്ങ് വിടുവിക്കണമേ. ഇന്ന് ഒരാൾ തീരുമാനം എടുക്കുകയാണെങ്കിൽ അതൊരു റിയൽ തീരുമാനമായിരിക്കണം. മനസ്സ് പുതുക്കുന്ന, രൂപാന്തരപ്പെടുന്ന ഒരു തീരുമാനമായിരിക്കണം. ഇത് കേട്ട് കഴിയുമ്പോൾ ഹൃദയത്തിൽ ഒരു ആവേശമൊക്കെ വന്നൊരു തീരുമാനം എടുത്തിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ സഹവിശ്വാസികളോട് എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ദൈവസന്നിധിയിൽ വന്ന് നിങ്ങളുടെ ഭാരങ്ങൾ കാസ്റ്റ് യുവർ ബേർഡൻ അൻടു ഹിം, നിങ്ങളുടെ ഭാരം യഹോവയിങ്കൽ വെച്ചു കൊടുക്കാമെന്ന് ദൈവം പറഞ്ഞാൽ അവിടെ വെച്ചിട്ടിങ്ങ് പോരണം. പിന്നെ അതിന് സ്തോത്രം പറയാനേ നമുക്ക് അവകാശമുള്ളൂ. അതേ ഓർത്തുകൊണ്ട് വര ചെയ്യാൻ നമുക്ക് എന്തോ ഇല്ല, അവകാശമില്ല. പക്ഷെ നമ്മളങ്ങനല്ല. അവിടെ കൊണ്ട ദൈവസന്നിധിയിലെല്ലാം പറഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് ഇറങ്ങിക്കഴിയുമ്പോഴും പിന്നെയും പറയും, എങ്കിലും ഇങ്ങനെ സംഭവിച്ചല്ലോ, എങ്കിലും അത് നടന്നില്ലല്ലോ. അതിൻ്റെ അർത്ഥം നിങ്ങൾ പൂർണ്ണമായ ദൈവകരങ്ങളിലേക്ക് ആ വിഷയത്തെ ഏൽപ്പിച്ചിട്ടില്ല, ആ കാര്യത്തെ ഏൽപ്പിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നു, നോഹയിലൂടെ നമ്മളോട് സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിന് ഫസ്റ്റ്
ഫസ്റ്റ് പ്രിഫറൻസ് നമ്മൾ കൊടുക്കണം. ഹല്ലേലൂയ, ആമേൻ. ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട്, ശരീരങ്ങളെ ജീവനും വിശുദ്ധിക്കും ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗമായിട്ട് നമ്മൾ സമർപ്പിക്കണം. ലോകത്തിന് അനുരൂപമാകരുത്. മറ്റുള്ളവർ എത്ര ഉയർത്തി പോയിക്കോട്ടെ, അവരുടെ പോസ്റ്റ് എത്ര വലുതായിക്കൊള്ളട്ടെ, അവരുടെ സാലറി എത്ര വലുതായിക്കൊള്ളട്ടെ, അവരുടെ വീടോ അവരുടെ കാര്യങ്ങളോ ഒക്കെ ഒരുപക്ഷെ നമ്മുടെ സഹോദരന്മാരെയൊക്കെ ആലോചിക്കുമ്പോൾ, ദൈവമേ, അവരൊക്കെ ഭയങ്കര സ്റ്റാറ്റസ് ആണല്ലോ, അതാണല്ലോ ഇത്. ആയിക്കോട്ടെ, പക്ഷെ ദൈവം നമ്മളെ വിളിച്ചത് അതിനല്ല. ദൈവം നമ്മളെ വിളിച്ച ദൈവത്തിൻ്റെ പൂർണ്ണ പ്രസാദം, നന്മയും പൂർണ്ണ പ്രസാദമുള്ളത് എന്തെന്ന് തിരിച്ചറിയാൻ, എന്തെന്ന് തിരിച്ചറിയാൻ, എന്തെന്ന് തിരിച്ചറിയാൻ. അതുകൊണ്ടാണ് പത്രോസിന്റെ ലേഖനത്തിൽ ഇപ്രകാരം, 2 പത്രോസിന്റെ ലേഖനത്തിൽ ഇപ്രകാരം പറയാം, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും എന്തോ ചെയ്യണം? ഉറപ്പാക്കണം. നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും. ഞാൻ 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യം അവിടെ ഒന്ന് വായിക്കാമോ? 2 പത്രോസ് 1:10. നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. ഇങ്ങനെ ഇവിടെ ചെയ്താൽ പറയണം, നിങ്ങൾ എന്ത് നിങ്ങൾ ചെയ്യണം? ട്രൈ, നിങ്ങൾ ശ്രമിക്കണം. ശ്രമിക്കാന്ന് വെച്ചാ ഇന്ന് പ്രാർത്ഥിച്ചു എന്നിട്ട് വെറുതെ അങ്ങ് വിട്ടുകളഞ്ഞതിനാണോ ശ്രമിക്കുക എന്ന് പറയുന്നത്? അല്ല, ശ്രമിച്ചുകൊണ്ടേയിരിക്കണം, ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. 11-ാമത്തെ വാക്യം കൂടെ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്ക് പ്രവേശനം ധാരാളമായി പ്രാപിക്കും. അതിന്റെ അർത്ഥം എന്തോ? എല്ലാവരും നമ്മുടെ വായിച്ചു വിളിയും എന്ന് ഞാൻ തിരഞ്ഞെടുപ്പും വിശ്വസിക്കുന്നു. നമ്മളെ വിളിച്ചത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണമെങ്കിൽ മനസ്സിലാക്കാൻ ഒന്നുകൂടെ നമ്മൾ അങ്ങ് വായിച്ചു. അല്ല, ടിമ്മി ബ്രദർ ഒന്നുകൂടെ അങ്ങ് വായിച്ചു, എല്ലാവരും കേൾക്കട്ടെ. നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. ഇങ്ങനെ ശ്രമിപ്പീൻ. ചെയ്താൽ ഉം. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു ഉം. നാളും ഇടറിപ്പോകാതെ നമ്മുടെ ഉം. കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യ രാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. കണ്ടോ? അപ്പൊ സ്വർഗത്തിൽ പോകാനുള്ള വഴി കൂടാ ഇത്. ഏത്? വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കുന്നത്. കർത്താവിന്റെ നിത്യരാജ്യത്തിൽ ധാരാളമായിട്ടുള്ള പ്രവേശനം, അതായത് എൻട്രൻസ് പാസിന്റെ കാര്യം പറയുന്നത്. അപ്പം ഇനി ഈ വാക്യം ഒന്ന് തിരിച്ചൊന്ന് ചിന്തിച്ച്, തിരിച്ച് ചിന്തിക്കാന്ന് പറഞ്ഞാൽ വിളിയൻ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കിയില്ല. എന്താ സംഭവിക്കുന്നത്? നമ്മൾ എന്തുവാ, മരിച്ചു, സ്വർഗത്തിന്റെ കവാടത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു ദൂതൻ ഇരിക്കുകയാണെന്ന് നിങ്ങളങ്ങ് വിചാരിച്ചു. അപ്പോൾ എൻട്രൻസിൽ നിൽക്കുന്ന ദൂതൻ ചോദിക്കുക, നമ്മുടെ പേര് വിളിച്ചിട്ട്, ആൽവിനെ, നിന്നെ എന്തിനാ ഞാൻ ഈ സ്വർഗത്തിലോട്ട് കയറ്റി വിടണമെന്ന് ചോദിച്ചാൽ എന്താ പറയും? കഴിഞ്ഞ 10-37 ക്ലാസ് ഇതുപോലെ ഒരു സൂമിൽ കൂടെ എടുത്തു. ഒരു ചർച്ചിൻ്റെ പാസ്റ്ററായിരുന്നു. വല്ല രക്ഷയുണ്ടോ? ദൈവം നമ്മളെക്കുറിച്ച് എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമ്മൾ തിരിച്ചറിയണം. അവിടെയാണ് ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ സക്സസ്. അവിടെയാണ് സക്സസ്. ഞാൻ ഇനിയും അത് ഒന്ന് സിമ്പിളായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. നമ്മളെ യാഗമാക്കുന്ന കാര്യമാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. നോഹ ദൈവത്തിനൊരു യാഗപീഠം പണിതു. ഇന്ന് നമ്മൾ പണിതുകൊണ്ടിരിക്കുക, യാഗപീഠം പണിതുകൊണ്ടിരിക്കുക. ഇത് കഴിയുമ്പോഴത്തേനും നമ്മളിപ്പോൾ യാഗമായിട്ട് ദൈവത്തിന് യാഗമാക്കാൻ പോവുക, എന്നൊരു തീരുമാനം എടുക്കാൻ പോവുക. ഹല്ലേലൂയ. എന്നെ ദൈവം വിളിച്ചു, സൗത്ത് ആഫ്രിക്കയിലേക്ക് അയച്ചു. ഞാനിവിടെ വന്നു. ദൈവത്തിൻ്റെ വേല ദൈവത്തിൻ്റെ ഹിതപ്രകാരമാണ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് ദൈവത്തോട് ചോദിക്കാൻ, പറയാൻ ഒരു പ്രാഗൽഭ്യമുണ്ട്. ഒരു പ്രാഗൽഭ്യമുണ്ട്.
എനിക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, നീയാണ് എന്നെ അയച്ചതെന്ന് എന്തുകൊണ്ട് എനിക്കറിയാം. നിന്റെ സാന്നിധ്യം എന്നോട് കൂടെ ഉണ്ടെന്ന് എനിക്കറിയാം. നിന്റെ വഴിയിലാണ് ഞാൻ നടക്കുന്നതെന്ന് എനിക്കറിയാം. നീ എന്നെ വിളിച്ച വിളിയിലാണെന്ന് എനിക്കറിയാം. ഇല്ലെങ്കിലോ? നമ്മൾ ആരെപ്പറ്റി പറഞ്ഞു വന്നപ്പോൾ നമ്മൾ ഏലിയാവിനെ പറ്റി പഠിച്ചു. ഏലിയാവും യാഗപീഠം പണിതൊരു വ്യക്തിയാണ്. ഈ 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഏലിയാവും ഈ ഒരു യാഗപീഠം പണിതു, യാഗമൊക്കെ കഴിച്ചു. അതിനുശേഷം ഇസബേലിൻ്റെ വാക്കുകൾ നിമിത്തം ഭാരപ്പെട്ട്, പ്രയാസപ്പെട്ട്, ഭയപ്പെട്ട് ചൂരച്ചെടിയുടെ കിഴി കിടന്നുറങ്ങി. ദൈവത്തിൻ്റെ ദൂതൻ വന്ന് തന്നെ തട്ടി ഉണർത്തി വെള്ളവും അപ്പവും ഒക്കെ കൊടുത്തു. അതിൻ്റെ ശക്തി കൊണ്ട് 40 ദിവസം നടന്ന് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബിൽ ആരെത്തി? എലിയാവ്. ഏലിയാവെത്തി. താൻ സ്ഥിരമായിട്ടൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പർവ്വതം എന്ന് പറയുന്ന ദൈവിക സാന്നിധ്യം എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോൾ ആരെത്തി? ഏലിയാവെത്തി. പക്ഷെ ദൈവം ഏലിയാവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾക്ക് ആ വാക്യം അറിയാവുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. എലിയാവ് നിന്നെ കൂടെ എന്ത് കാര്യം? ആ നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചാണ്ട് ഞാനത് പുറകിലേക്ക് പോകുന്നില്ല. ആ വാക്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു 19-ാമത്തെ അധ്യായത്തിലാണെന്ന് തോന്നുന്നു. ആർക്കെങ്കിലും ആ വാക്യം കിട്ടിയെങ്കിൽ നിങ്ങൾക്കൊന്ന് വായിക്കാം. അവിടെ ദൈവം ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഏലിയാവേ, നിനക്കിവിടെ എന്ത് കാര്യം? ആരാണ് ഈ ഏലിയാവ്? ഇന്നലെ വരെ ദൈവിക സാന്നിധ്യത്തിൽ നിറഞ്ഞു നിന്ന ബാലിൻ്റെ സേവകന്മാരെ കൊന്നുകളഞ്ഞ് പ്രാർത്ഥനയിലൂടെ ദൈവിക സാന്നിധ്യം ഇറക്കിയ, താൻ കഴിച്ച യാഗത്തിൽ ദൈവം പ്രസാദിച്ച, ദൈവത്തിനു വേണ്ടി വൻകാര്യങ്ങളെ ചെയ്ത അതിശക്തനായ മനുഷ്യൻ. പക്ഷെ ദൈവം തന്നോട് ചോദിക്കുക, നീ ഇവിടെ എന്താ ചെയ്യുന്നത്? നിനക്കിവിടെ എന്താ കാര്യം? എന്ന് ചോദിച്ചു. അങ്ങനെയെങ്കിൽ ഇന്ന് എന്നെയും നിങ്ങളെയും നോക്കിയിട്ട് ദൈവം ഇത് ചോദിക്കുവോ? നമ്മുടെ പ്രാർത്ഥന കേട്ടിട്ട്, നമ്മുടെ ജീവിതശൈലി കണ്ടിട്ട്, നമ്മുടെ ആരാധന കണ്ടിട്ട്, നമ്മളായിരിക്കുന്ന അവസ്ഥ, നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ, ദൈവം നമ്മളോട് ചോദിക്കുവോ, എനിക്കിവിടെ എന്തുവാ കാര്യം? നിന്നോട് ആരാ അവിടെ പോകാൻ പറഞ്ഞത്? നിന്നോട് ആരാ ഇത് ചെയ്യാൻ പറഞ്ഞത്? നമ്മളെ തന്നെ ശോധന ചെയ്യണമെന്ന് പ്രിയമുള്ളവരെ. നമ്മൾ ദൈവത്തിൻ്റെ, നമ്മളെ തന്നെ ദൈവത്തിന് യാഗമാകാൻ സമർപ്പിച്ചവരാ. ദൈവത്തിൻ നന്മയും പൂർണ്ണ പ്രസാദമുള്ള ദൈവത്തിൻ്റെ ഹിതം എന്തെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കേണ്ടവരാ നമ്മൾ. ദൈവത്തിൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും, വിളിച്ചാൽ നമുക്കറിയാം എന്തിനാ വിളിച്ചതെന്ന്. തിരഞ്ഞെടുപ്പ് നമുക്കറിയാം എന്തിനാ ദൈവം തിരഞ്ഞെടുത്തതെന്ന്. ആ വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കേണ്ട നമ്മൾ, ഇന്ന് വരെ എന്നെ പറ്റിയുള്ള ദൈവത്തിൻ്റെ ഹിതം എന്തെന്ന് എനിക്കറിയത്തില്ലെങ്കിൽ ദൈവത്തോട് ചോദിച്ചു തുടങ്ങുക. ദൈവത്തോട് ചോദിച്ചു തുടങ്ങുക. ദൈവത്തോട് ചോദിച്ചു തുടങ്ങുക. ദൈവത്തോട് ഒരു കർത്താവേ, അങ്ങയുടെ വചനത്തിൽ പറയുന്നത് പോലെ ബുദ്ധിയുള്ള ആരാധനയ്ക്കായി എൻ്റെ ശരീരത്തെ ജീവനും വിശുദ്ധിക്കും ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗമായിട്ട് ഞാൻ സമർപ്പിക്കുക. എൻ്റെ ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത്, ദൈവജനം നമ്മളോട് പറയുന്നു, ലോകത്തോട് നിങ്ങൾ അനുരൂപമാകരുത്. ലോകക്കാർ ചെയ്യുന്നതല്ല നമ്മുടെ ഇത്. മറ്റവർ ചെയ്യുന്നത് പോലല്ല, മറ്റുള്ള ഒരാളെ അനുകരിക്കാനല്ല. പറയുകയാണ്, പൂർണ്ണ പ്രസാദമുള്ള ദൈവഹിതം എന്തെന്ന് നിങ്ങളെന്ത് വേണം? മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടും. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ദൈവത്തിന് നമ്മൾ യാഗമാകുന്നെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. രണ്ടാമത്, 3-ാമത്തെ വാക്യം, ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ സുഭേദമാകും വണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളിൽ ഓരോരുത്തരോടും പറയുന്നു. ഇവിടെ പറയുകയാണ്, ഭാവിക്കേണ്ടതിന് മീതെ എന്ത് ചെയ്യരുത്? ഭാവിച്ചുയരരുത്. ആമേൻ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഈ സൗത്ത് ആഫ്രിക്ക വന്ന സമയത്ത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, എൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷയും, എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമൊക്കെ അടുത്ത റെയ്നാഡ് ബോങ്കെ ആരായിരിക്കുമെന്നായിരുന്നു. ഞാനായിരിക്കുന്നായിരുന്നു.
ഇനി ഒരു റെയ്നാഡ് ബോങ് ഉണ്ടെങ്കിൽ അത് ഞാൻ ആയിരിക്കണമെന്നായിരുന്നു. ഞാൻ എൻ്റെ കാര്യം ഒന്ന് പറയാം. നിങ്ങളൊന്നും, ഞാൻ ഇച്ചിരി ബലഹീനതയൊക്കെ ഉള്ള മനുഷ്യനാണ്. നിങ്ങളൊക്കെ എന്നേക്കാൾ ശക്തന്മാരും ഭക്തന്മാരുമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ. അപ്പം നമുക്ക് കുറച്ച് ഭാവമൊക്കെ ഉണ്ട്. ഞാൻ വിശ്വാസത്തിൽ എന്തോ വലിയ എന്തൊക്കെയാണെന്നും ഇവരും നമ്മളോട് പറയുന്നു. യാഗമൃഗം കേട്ടോ, ദൈവം നമ്മളിൽ പ്രസാദിക്കണമെങ്കിൽ അതൊക്കെ എന്നും മാറ്റണം. എന്തോ മാറ്റണം? കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുക. ദൈവവചനം ആമീൻ. നമ്മളോട് പറയണം. യെസ്. ദൈവത്തോട് പറയണം, ദൈവമേ ഞാനൊന്നും അല്ല. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് നല്ലോട്ട് ബൈബിൾ പറയാൻ അറിയായിരിക്കും, പ്രാർത്ഥിക്കാൻ അറിയായിരിക്കും. പക്ഷെ നമ്മളതൊന്നും പ്രദർശിപ്പിക്കണ്ടെന്നേ. നമ്മളതൊന്നും പ്രദർശിപ്പിക്കണ്ട. നമ്മളതൊന്നും പ്രദർശിപ്പിക്കണ്ട. നമ്മളതൊന്നും മറ്റുള്ളവരെക്കാൾ വലിയവനാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരെക്കാൾ പണ്ട് ഞാൻ ബൈബിൾ കോളേജിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങിയ സമയത്ത് പല ദേവദാസന്മാരും പ്രസംഗിക്കുമ്പോൾ ഞാനിങ്ങനെ കേട്ടോണ്ടിരിക്കും. എന്നിട്ട് മനസ്സിലാക്കി ഈ പുള്ളിയൊക്കെ എന്ത് പ്രസംഗിക്കുന്നു. ഷോ, നല്ലൊരു പോയിന്റ് പോലും ഒക്കെ ഇല്ലല്ലോ. കാര്യം നമ്മൾ പോയിന്റ് വെച്ച് പഠിച്ചോണ്ടാ. ഏതാ ഇപ്പം നമുക്കൊരവസരം തന്നിരുന്നെങ്കിൽ 2 പോയിന്റ് എക്സ്ട്രാ പറയാമായിരുന്നല്ലോ എന്ന്. പണ്ട് ഞാൻ ഒരു അമ്മച്ചിയുടെ കഥ കേട്ടിട്ടുണ്ട്. എല്ലാ പ്രസംഗങ്ങളും എഴുതിയെടുക്കുന്ന, ബൈബിള് നല്ലോട്ട് അറിയാവുന്ന ഒരു അമ്മച്ചി ഒരു സഭയിലുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ഗസ്റ്റ് പാസ്റ്റർ വന്നത്. അപ്പോൾ അദ്ദേഹം പ്രസംഗിച്ച് കഴിഞ്ഞപ്പം പാസ്റ്റർ പറഞ്ഞു, ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ആർക്കെങ്കിലും ഒരാൾക്ക് ഈ ദൈവദാസനെ, അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രിയും കുടുംബത്തെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഈ അമ്മച്ചി പറഞ്ഞു, കർത്താവേ അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജ് അങ്ങ് തന്നല്ലോ. 5 പോയിന്റ് ഈ കർത്താവിൻ്റെ ദാസം പറയാൻ ഇടയായിത്തീർന്നു. എന്നിട്ട് 5 പോയിന്റ് പറഞ്ഞു. കർത്താവേ ഇനിയും 3-4-5 പോയിന്റ് കൂടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ബാക്കി 3-4-5 പോയിന്റ് അമ്മച്ചി പറഞ്ഞിട്ടൊരു പ്രാർത്ഥന. ഇതാ പലപ്പോഴും നമ്മൾ. സ്തോത്രം. അപ്പോൾ അതിൻ്റെ അർത്ഥം പാസ്റ്ററോട് പറഞ്ഞ, പാസ്റ്റർ നിങ്ങൾക്ക് 5 അറിയത്തുള്ളെങ്കിൽ എനിക്ക് 7 അറിയാം. അറിയാം. 7 അറിയാം. ഭാവിക്കുന്നതിന് മേളിൽ ഭാവിച്ചു വരരുത്. ദൈവം പറയുന്നു, ഓരോരുത്തർക്കും ദൈവം വിശ്വാസത്തിൻ്റെ ലെവൽ കൊടുത്തിരിക്കുന്നത് വ്യത്യസ്തമാണ്. എന്നേക്കാൾ ഭക്തന്മാരും ശക്തന്മാരും വിശ്വാസ വീരന്മാരുമാണ് നിങ്ങൾ. നിങ്ങളുടെയൊക്കെ അത്രയും ചിലപ്പോൾ എനിക്ക് കാണത്തില്ല. സ്തോത്രം. അത് കണ്ടിട്ട് നമ്മൾ പറയും, നിനക്കെന്താ വിശ്വസിച്ച? പറ്റത്തില്ലെന്നേ, പറ്റത്തില്ല, അത്ര ഇല്ല. എന്നിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് അടുത്ത വാക്യം. 4-ാമത്തെ വാക്യം പറയുന്നത്, ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങളുണ്ടല്ലോ, എല്ലാ അവയവങ്ങളും പ്രവൃത്തി ഒന്നല്ല താനും. അതിന് ഞാൻ പറഞ്ഞൊരു ഉദാഹരണമുണ്ട്. എനിക്ക് 2 കൈയുണ്ട്. ഇതെൻ്റെ വലത്തെ കൈയാണ്. എൻ്റെ ഈ വലത്തെ കൈക്ക്, ഈ വലത്തെ കൈക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എന്ത് ചെയ്യാൻ പറ്റും? വേണമെങ്കിൽ പറ്റത്തില്ല. ഷോൾഡറെ തൊടാൻ പറ്റും, ഇല്ലെങ്കിൽ ഇങ്ങനെ, ഇതൊക്കെ പറ്റത്തുള്ളൂ. വേറെ എന്ത് ചെയ്യാൻ പറ്റും? പറഞ്ഞു വരുമ്പോൾ വലിയ സംഭവമാണ്. ഞാൻ റൈറ്റ് ഹാൻഡറാണ്, ഈ കൈ കൊണ്ടാണ് ഞാൻ എല്ലാം ചെയ്യുന്നത്. പക്ഷേ ഈ കൈ കൊണ്ട് ഞാൻ ചോദിക്കും, എടാ നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റും? പറ്റത്തില്ല. മറ്റൊരാളിന് വേണ്ടി ചെയ്യാം, പക്ഷെ മറ്റവയവത്തിന് വേണ്ടി ചെയ്യാം. മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാം, മറ്റുള്ള അവയവങ്ങൾക്ക് വേണ്ടി ചെയ്യാം. ഈ കൈ തന്നെ നമുക്കറിയാം, വിരലുകൾ പലതാണ്. ചെറുതുണ്ട്, വലുതുണ്ട്, തള്ളവിരലുണ്ട്. അങ്ങനെ ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു ചെറിയ വിരലിൻ്റെ അടുക്ക് വലിയ വിരൽ പറയരുതേ, ഞാനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പുള്ളി, എനിക്കാണ് പേന പിടിക്കാൻ അറിയാവുന്ന, ഞാനാണ് ഏറ്റവും വലിയ ശക്തൻ എന്നൊക്കെ ആലോചിച്ചോണം. നമ്മൾ ദൈവത്തിന് യാഗമായവരാ. നമുക്കതിനുള്ള അവകാശമില്ല. നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആലോചിച്ചോണം പ്രിയമുള്ളവരെ, ഇന്നും യാഗമാകാൻ കഴിഞ്ഞിട്ടില്ല. നോഹ യാഗപീഠം പണിത് യാഗം കഴിച്ചപ്പോൾ ദൈവത്തിൻ്റെ മനസ്സ് മാറി. അന്ന് വരെ ദൈവത്തിന് മനുഷ്യരോടുണ്ടായിരുന്ന ആറ്റിറ്റ്യൂഡ് മാറി.
നമ്മൾ കഴിക്കുന്ന യാഗം, നമ്മൾ പണിയുന്ന യാഗപീഠം. ഏലിയാവിനെ പറ്റി നമ്മൾ കണ്ടൊരു കാര്യമുണ്ട്. ഏലിയാവ് യാഗപീഠം പണിതത് എങ്ങനെയാണെന്ന് 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. എങ്ങനെയാണെന്ന് അറിയാമോ? 12 ഗോത്രങ്ങളെയും പ്രതിനിധീകരിച്ച് യാഗം അതെ അതെ. പണിതു. അതിന് മുമ്പ് പറയുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. 18-ാം അധ്യായം 29-ാമത്തെ വാക്യം. 18-29. രാജാക്കന്മാർ 18-29. ആർക്കെങ്കിലും കിട്ടിയോ? എടുത്തോ. ഉച്ചതിരിഞ്ഞിട്ട് ഭോജനയാഗം കഴിക്കുന്ന സമയം വരെ അവർ സോറി, വിളിച്ചപ്പെട്ടുകൊണ്ടിരുന്നു. 30-ാമത്തെ വാക്യം. അപ്പോൾ ഏലിയാവ് അപ്പോൾ എന്റെ അടുക്കൽ വരുവീൻ എന്ന് സർവ്വജനത്തോടും പറഞ്ഞു. സർവ്വജനവും അവന്റെ അടുക്കൽ ചേർന്നു. അവൻ ഇടിഞ്ഞു കിടന്ന യഹോവയുടെ യാഗപീഠം നന്നാക്കി. കണ്ടോ? ഇടിഞ്ഞ് കിടന്നത് നന്നാക്കി. അടുത്ത വാക്യം ഇവിടെ നിന്ന് വായിച്ചു. നിനക്ക് ഇസ്രായേൽ എന്ന് പേരാകുമെന്ന് യഹോവയുടെ അരുളപ്പാട് ലഭിച്ച യാക്കോബിന്റെ പുത്രന്മാരുടെ ഗോത്ര സംഖ്യയ്ക്കൊത്തവണ്ണം 12 കല്ലെടുത്തു. കണ്ടോ? കല്ലുകൊണ്ട് യഹോവയുടെ നാമത്തിൽ ഒരു യാഗപീഠം പണിതു. ഇടിഞ്ഞ് കിടന്ന യാഗപീഠം പണിതിട്ട് ദൈവത്തിന്റെ വാക്തത്വം ഓർത്ത്, ദൈവം പറഞ്ഞ വാക്തത്വങ്ങൾ അടുക്കി വെച്ച് അതിൻ്റെ മേൽ യാഗമൃഗത്തെ വിറകടുക്കി Praise the Lord. യാഗമൃഗത്തെ വെച്ച് വെള്ളം ഒഴിച്ച് പ്രാർത്ഥിച്ച് തീയിറക്കി യാഗമായി സമർപ്പിച്ചു. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ സന്ധ്യാസമയത്ത് നാം ആകുന്ന യാഗം കർത്താവിൻ്റെ സന്നിധി വന്നിരിക്കുന്ന സമയത്ത് നമുക്കെന്താ പറയാനുള്ളത്? നോഹയെപ്പറ്റി നമ്മൾ കേട്ടു. പെട്ടകത്തിൽ നിന്ന് ഇറങ്ങി വന്ന നോഹ ചെയ്തത് ദൈവത്തിനൊരു യാഗപീഠം പണിത് യാഗം കഴിപ്പിച്ചു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മളോട് പറയുന്നത് നമ്മളാണ് ആ യാഗമുള്ളത്. ഞാനും നിങ്ങളുമാണ്. നമ്മളെ തന്നെയാണ് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നത്. ദാറ്റ് ഈസ് വാട്ട് ഗോഡ് ഈസ് എക്സ്പെക്ടിങ്. ദാറ്റ് ഈസ് വാട്ട് ഹിസ് ഡിസയർ. ദൈവത്തിൻ്റെ ആഗ്രഹം നമ്മളാ. ആ ദൈവം ഇന്ന് നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്. ലോകത്തിന് നിങ്ങൾ അനുരൂപമാകരുതേ. എൻ്റെ നന്മയും പൂർണ്ണ പ്രസാദമെന്നും നിങ്ങളൊന്ന് തിരിച്ചറിയും. ഭാവിക്കേണ്ടതിന് മേടെ ഭാവിച്ചുയരരുതേ. നമുക്ക് ലഭിച്ച കൃപകൾക്കൊത്തവണ്ണം. ഹല്ലേലൂയ, ആമേൻ. നമുക്ക് ദൈവകരങ്ങളിലേക്ക് നമ്മളെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കണം. ഇനി ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്, എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന്. 6-ാമത്തെ വാക്യം പറയുന്നു, ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം വേറെ വരം ഉള്ളതുകൊണ്ട് പ്രവചനമെങ്കിൽ പ്രവചനം, വിശ്വാസമെങ്കിൽ വിശ്വാസത്തിനൊത്തവണ്ണം, ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷയിൽ, ഉപദേശിക്കുന്നവനെങ്കിൽ ഉപദേശത്തിൽ, പ്രബോധിപ്പിക്കുന്നവനെങ്കിൽ പ്രബോധത്തിൽ, ദാനം ചെയ്യുന്നവനെങ്കിൽ ഏകാഗ്രതയോടെ, ഭരിക്കുന്നവനെങ്കിൽ ഉത്സാഹത്തോടെ, കരുണ ചെയ്യുന്നവനെങ്കിൽ പ്രസന്നതയോടെ ആകട്ടെ. എന്നിട്ട് പറയാണ്, സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ, തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിച്ചേരുക. ഇനി അങ്ങോട്ട് പറയുക, ഒരു യാഗം മൃഗത്തിനുണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ്, നമ്മളെ തന്നെ ദൈവത്തിന് യാഗമായി സമർപ്പിക്കുമ്പോൾ നമ്മളിൽ ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസാണ് പറയുന്നത്. ക്വാളിറ്റീസ്. ഇന്ന് പകൽക്കാലം ഈ സമയത്ത് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. എന്നിട്ട് നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, ഇന്നു മുതൽ അല്ലെങ്കിൽ ഈ സമയം ഞാൻ എന്നെ പൂർണ്ണമായിട്ടൊന്ന് സമർപ്പിക്കുക. അങ്ങയുടെ ഹിതത്തിനായിട്ട് എന്നെ ഒന്ന് സമർപ്പിക്കുക. നന്മയും പൂർണ്ണ പ്രസാദം ഉള്ള ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയാൻ ഞാൻ താല്പര്യപ്പെടുന്നു. നോഹ പെട്ടകത്തിൽ നിന്ന് ഇറങ്ങി വന്ന് വിവാഹം കഴിച്ച് അനുഗ്രഹം പ്രാപിച്ചതുപോലെ ഇന്ന് തൽക്കാലം എനിക്ക് അനുഗ്രഹം പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എന്നിലുള്ളതാണ്. എന്നാൽ അത് പലപ്പോഴും തിരിച്ചറിയാൻ കഴിയാതെ, വിളിയും തിരഞ്ഞെടുപ്പും എന്തെന്ന് ഉറപ്പാക്കാൻ കഴിയാതെ, ഹല്ലേലൂയ, പലതരത്തിലുള്ള ജഡത്തിൻ്റെ സ്വഭാവങ്ങളും ലോകത്തിനൊക്കെ അനുരൂപമായിട്ട് ഞാൻ ജീവിച്ചു പോകുന്നു. എന്നോട് ക്ഷമിക്കണമേ. ഭാവിച്ചതിന് മീതെ ഭാവിച്ചുയരാതെ ദൈവം നമുക്ക് തന്ന വിശ്വാസം മതി പ്രിയമുള്ളവരെ. ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് ഹല്ലേലൂയ, ദൈവത്തിന് നമ്മളെ
ആ പരിപൂർണ്ണ യാഗമായിട്ട് സമർപ്പിപ്പാൻ ഇന്ന് രാത്രി എത്ര പേർക്ക് താല്പര്യമുണ്ട്? അങ്ങനെയെങ്കിൽ പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. കർത്താവെ, എൻ്റെ ബലഹീനതകൾ അങ്ങനോട് ക്ഷമിക്കണമേ. ഹല്ലേലൂയ. ദൈവവചനത്തിൽ കേട്ടതുപോലെ കർത്താവെ, ഫസ്റ്റ് പ്രയോറിറ്റി കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മുഖ്യ പ്രാധാന്യം, ഏറ്റവും വലിയത് അങ്ങയെ സ്നേഹിക്കുവാൻ, അങ്ങയെ സേവിക്കുവാൻ, അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ, കർത്താവെ അങ്ങയുടെ ഹിതം എന്തെന്നറിഞ്ഞ് ജീവിക്കുവാൻ കർത്താവെ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. നോഹയ്ക്ക് തൻ്റെ കുടുംബത്തെ കർത്താവെ രക്ഷിക്കുവാൻ കഴിഞ്ഞതുപോലെ ഞങ്ങളുടെ തലമുറകളെ രക്ഷിക്കുന്നവരായി മാറട്ടെ. കർത്താവെ, ഞങ്ങളുടെ തലമുറകൾ അബ്രഹാമിൻ്റെ സന്തതികളെന്ന് അറിയപ്പെട്ടതുപോലെ കർത്താവെ ഞങ്ങളിലൂടെ അറിയപ്പെടട്ടെ. കർത്താവെ, എനിക്കൊരു അപ്പച്ചൻ ഉണ്ടായിരുന്നു, എനിക്കൊരു അമ്മച്ചി ഉണ്ടായിരുന്നു. അവരുടെ പ്രാർത്ഥന, അവരെടുത്ത തീരുമാനം, അവർ കാണിച്ചു തന്ന വഴിയെന്ന് കർത്താവെ, പലരും സാക്ഷ്യം പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട് കർത്താവെ. അങ്ങനെയെങ്കിൽ ഞങ്ങളെപ്പറ്റി വരുന്ന തലമുറകൾ എങ്ങനെ പറയട്ടെ കർത്താവെ. അതിനായിട്ട് ഞങ്ങൾ സമർപ്പിച്ചു തരികയാണ്. ഞങ്ങളിലൂടെ അനുഗ്രഹം, ഞങ്ങളിലൂടെ അനുഗ്രഹം. അങ്ങ് നോഹയെ അനുഗ്രഹിച്ചതുപോലെ, നോഹയുടെ തലമുറയെ അനുഗ്രഹിച്ചതുപോലെ കർത്താവെ ഇന്ന് ഞങ്ങളെ സമർപ്പിക്കുകയാണ്. കർത്താവെ, ഞങ്ങളെ യാഗമായി സമർപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, നന്മയും പൂർണ്ണ പ്രസാദമുള്ള ദൈവഹിതം എന്തെന്ന് ഇന്നു രാത്രി തിരിച്ചറിയുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ഈ ലോകത്തിൽ വലിയവരാകുവാനല്ല, ഈ ലോകത്തിൽ ഫേമസ് ആവാനല്ല, ഈ ലോകത്തിൽ കാശുകാരാകുന്നതല്ല കർത്താവെ ഞങ്ങളുടെ എയിം. ഹല്ലേലൂയ. ഞങ്ങൾ മറ്റുള്ളവർ എന്താണെന്ന് ഞങ്ങൾ ചിന്തിക്കുന്നില്ല കർത്താവെ. പലപ്പോഴും ഞങ്ങളുടെ അവസ്ഥകളെ കാണുമ്പോൾ മറ്റുള്ളവരെ വെച്ച് ഞങ്ങൾ കമ്പയർ ചെയ്യുന്നു കർത്താവെ. അതിൽ നിന്നൊക്കെ ഞങ്ങളെ വിടുവിക്കണമേ. അതിലൊന്നും ഞങ്ങൾ അനുരൂപമാകാതെ ഹല്ലേലൂയ കർത്താവെ, അങ്ങയുടെ ഹിതം ഞങ്ങളെക്കുറിച്ച് എന്താണോ, അങ്ങ് ഞങ്ങളെക്കുറിച്ച് എന്താണോ ആഗ്രഹിക്കുന്നത്, അങ്ങ് ഞങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, അങ്ങ് ഞങ്ങൾ എങ്ങനെ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നു കർത്താവെ, അതിന് പ്രകാരം ജീവിക്കാനുള്ള ദൈവിക കൃപയ്ക്കായി ഞങ്ങൾ ഒരുമിച്ച് അപേക്ഷിക്കുന്നു. ദൈവാത്മാവേ, ഞങ്ങളുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണം, ഞങ്ങളെ അനുഗ്രഹിക്കണം കർത്താവെ. നോഹ കർത്താവെ യാഗപീഠം പണിത് യാഗം കഴിച്ചപ്പോൾ അങ്ങ് അതിൽ പ്രസാദിച്ച ദൈവമാണ് കർത്താവെ. ഞങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു, ഞങ്ങളെ യാഗമായിട്ട് സമർപ്പിക്കുന്നു. ലോകത്തിൻ്റെ ചിന്തകൾ ഞങ്ങളെ വിടുവിക്കും കർത്താവെ. ലോകത്തിൻ്റെ വക്രതയും കോട്ടമുള്ള ഈ ലോകത്തിൽ നിന്ന് കർത്താവെ, അങ്ങയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടൊരു തലമുറയായി, അങ്ങയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട ഒരു കുടുംബമായി, അങ്ങയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടവരായി ഞങ്ങളെ തീർക്കും. അങ്ങയുടെ ഹിതത്തിനായിട്ട് ഞങ്ങളെ സമർപ്പിക്കുന്ന അടിയനെ സമർപ്പിക്കുന്നു കർത്താവ്. ഇന്ന് ഈ ദൈവത്തിനം കേട്ട ഓരോ വ്യക്തി ജീവിതങ്ങളെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കും. നോഹയുടെ കർത്താവെ, ഹല്ലേലൂയ, ആ വഴിപാടിൽ പ്രസാദിച്ച, ആരാധനയിൽ പ്രസാദിച്ച്, യാഗത്തിൽ പ്രസാദിച്ച, സൗരഭ്യവാസന മണത്ത് കർത്താവെ തീരുമാനമെടുത്തതുപോലെ ഇന്ന് അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കാൻ ഒരു തീരുമാനമെടുക്കും. ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കാൻ അങ്ങ് ഒരു തീരുമാനമെടുക്കും. ഞങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കുന്നപ്പ അങ്ങ് ഞങ്ങളെ ഓർക്കുന്ന ദിവസമായി അങ്ങ് തീർക്കും. ഞങ്ങളുടെ പ്രാർത്ഥനയും യാതനയും കേട്ട് ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച നമുക്ക് കാണാം. താങ്ക് യു.